ഇന്നലെ മണവാളൻ്റെ പാരൻസ് മണവാളൻ്റെ മുടി ജയിലിൽ നിന്ന് മുറിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മണവാളനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്ന ന്യൂസ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, മണവാളൻ കാണിച്ച പരിപാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, നിയമത്തെ ഒരുമാതിരി കൊഞ്ഞലം കുത്തുന്ന രീതിയിലുള്ള പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പണി പോലീസ് വയ്ക്കും. അത് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ വീട്ടുകാരെന്താണെങ്കിലും ഒരു പ്രസ് മീറ്റ് നടത്തി എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതും ഏത് രീതിയിലാണ് മണവാളനെ പോലീസ് ടാർഗറ്റ് ചെയ്തതെന്നുള്ളതൊക്കെ അവരുടെ വേർഷനായിട്ട് അവർ പറയുന്നുണ്ട്. ഇതിൽ തന്നെ മണവാളൻ്റെ ഉപ്പ വന്നിട്ട് റീൽസ് എടുക്കാനുണ്ടായ ഒരു സംഭവം ജയിലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റീൽസ് എടുത്ത സമയത്ത് മണവാളൻ്റെ ഉപ്പയാണ് ആ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റീൽസ് എടുക്കാനുണ്ടായ ഒരു സിറ്റുവേഷനും പ്ലസ് എന്താണ് ആക്ച്വലി ആ കേസിൽ ഇവരുടെ വേർഷൻ. എനിക്ക് തോന്നുന്നു മണവാളം പുറത്ത് വന്നാലും മേ ബി ഇതേ വേർഷൻ ആയിരിക്കും പറയുക. ഓക്കെ, നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നുണ്ട് മണവാളിന് ഒരു കോയിൻ ഉണ്ട്, അതിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് സ്റ്റോറി ഇട്ട ആളാണ് മണവാളൻ. അപ്പോൾ ഈ രണ്ടാമത്തെ സൈഡ്, അതായത് മണവാളിന് പറയാനുള്ള സൈഡ് ഓബിയസ്ലി മണവാളൻ ഉപ്പാനോടും അഡ്വക്കേറ്റിനോടും വീട്ടിലും പറഞ്ഞു കാണുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കണം മണവാളിൻ്റെ ഉപ്പ മണവാളൻ്റെ വേർഷൻ എന്താണ് ഈ ഇൻസിഡൻറ്റ് എന്നുള്ളത് നറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ്, ഉമ്മ ഭയങ്കര ഇമോഷണലാണ്. അറിയാലോ, നമ്മളെയൊക്കെ അമ്മമാർ നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഇഷ്യൂലായാലോ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും വരുന്നത് നമ്മുടെ അമ്മമാരനെ ആയിരിക്കും. അതാണ് അമ്മ കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഉപ്പ കാര്യങ്ങളും പറയുന്നുണ്ട്. കാണാൻ പോയ സമയത്ത് അവന് വരുന്നത് കരഞ്ഞോണ്ടാണ്. ഉമ്മ മുടി മുറിച്ചു ഉമ്മാന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞോണ്ട് വരുന്നത്. അത് കണ്ട് ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശയും ട്രിം ചെയ്ത് മുറിച്ചു മാറ്റിയത്. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനെന്ന്. അപ്പോഴാണ് മോൻ പറയുന്നത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത്. അപ്പൊ അവന് കുഴഞ്ഞു വീണ് നോക്കുമ്പോ അവരെ വീണ്ടും അവനവിടുന്ന് കുത്തിപ്പിടിച്ചിട്ടാണ്, പിന്നെ പെരടി പിടിച്ച് കുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഈ താടി മുടി മീശൊക്കെ മുറിക്കുന്നത്. അപ്പൊ മുറിക്കാൻ പോണ സമയത്ത് മോൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ഫിലിമില് ഇതുണ്ട്, പിന്നെ കല്യാണം ഉണ്ട്, അപ്പൊ മുടി മുറിക്കല്ല, അതിന് വേണ്ടി എനിക്ക് ഫോം എഴുതി അപേക്ഷ വെക്കണം എന്നാവും മോൻ പറഞ്ഞു. അതും അവര് കേൾക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു എനിക്ക് എന്റെ ഉപ്പാനൊന്ന് വിളിച്ച് വിവരം പറയണം, ഉമ്മാനെ ഇനി കാണിക്കൂല, എന്നെ ഇനി പുറത്തേക്ക് വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭ്രാന്തനാക്കിയിട്ട് ഞങ്ങള് ഇവിടുന്ന് ഇറക്കി വിടുള്ളൂ എന്നുള്ളത്. അത് സത്യത്തിൽ അവരെ ചെയ്യും ചെയ്തു. ഭ്രാന്തനാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അത് മാത്രല്ല, ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് അന്ന് ഭക്ഷണം മോൻക്ക് അന്നത്തെ ദിവസം ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല അവര്. ഓക്കെ, ഉമ്മ എന്താണെങ്കിലും ഇമോഷണൽ ആണ്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിലിപ്പോ വീട്ടുകാർക്ക് എന്താണെങ്കിലും ആ ഇമോഷണൽ സൈഡ് വരും. പക്ഷെ കാണുന്ന പ്രേക്ഷകരായ നമ്മള് ഇപ്പൊ ഈ ഇൻസിഡന്റ് നമ്മൾ അറിയുന്നു. മണവാളിന് ഫസ്റ്റ് വരുന്നത് ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് ആണ്. അപ്പൊ ഒരു വധശ്രമത്തിലാണ് ലുക്ക് ഔട്ട് നോട്ടീസ് വരുന്നത്. ലുക്ക് ഔട്ട് നോട്ടീസ് വരാൻ കാരണം എന്താ, ഈ ഒരു ഇൻസിഡന്റിനായിട്ട് ഒളിവിൽ പോയി, അതും ചില്ലറ ടൈമല്ല, പോലീസിനെയും ബാക്കിയുള്ളവരെയും ചുറ്റിച്ച് ഒളിവ് പോയത്. അപ്പൊ സ്വന്തം ഭാഗത്ത് തെറ്റില്ല, സ്വന്തം ചെയ്ത ആ ഒരു ഇൻസിഡന്റിന്റെ ഇയാൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിൽ, തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ എവിഡൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ഈ പറഞ്ഞ പോലെ ഒളിവിൽ പോകേണ്ട ആവശ്യമില്ല. ഒളിവിൽ പോയ ആളെ പോലീസുകാര് ഷാഡോ വെച്ച് പിടിച്ചതിന് ശേഷം ബാക്കി നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നത് എന്താ, വളരെ മോശമായ രീതിയിൽ സൊസൈറ്റിക്ക് ഒരു റോങ് മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ ഒരു ഇൻഫ്ലുവൻസർ, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ടാഗിൽ ലക്ഷക്കണക്കിന് ആളുകൾ, ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരാൾ വന്ന് പോലീസ് സ്റ്റേഷനിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കാണിക്കുന്നത് റോങ് ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് വ്യൂവർഷിപ്പിന് എന്താണ് ഇപ്പോൾ ഇതേ വണ്ടിക്കകത്ത് ഈ കാറിനകത്ത് ഇപ്പം ഞങ്ങൾ ഈ ടോപ്പിക്ക് വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇവർ 3 പേരും പറയുന്നുണ്ട് ഇവൻ ചെയ്യുന്ന കോണ്ടന്റുകൾ ഇവർക്ക് പറ്റുന്നില്ല ചിലത്, അല്ലേ? കംപ്ലീറ്റ്ലി അല്ല, ചില കാര്യങ്ങൾ ഇപ്പോ അവൻ ചെയ്ത പല കോണ്ടന്റുകളും കാണുന്ന സമയത്ത് ഇവർക്ക് എന്നുള്ളൊരു തോന്നലും, അല്ലേ? എന്തൊക്കെ പറയാം, നമുക്ക് ഒരു ഇൻഫ്ലുവൻസർ ചെയ്യണ എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസിലും നമ്മൾ ചെയ്യുന്ന വീഡിയോസിലും ഇഷ്ടപ്പെടുന്നില്ലാത്തതും ഉണ്ടാവും. പക്ഷെ നമുക്കൊരാള് സംഭവങ്ങൾ ഒരു 90% ഇഷ്ടപ്പെടാതിരിക്കാന്ന് പറയുമ്പോ അതില് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്.
ഇപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീഡിയോസ് 3 പേർക്കും അങ്ങനെയാണ് തോന്നിയത്. ജിത്തുബായി ആണെങ്കിലും സ്നേഹയാണെങ്കിലും അബി ആണെങ്കിലും ഇവര് പറയുന്ന ചില വീഡിയോസ് ഒക്കെ ഭയങ്കര ഇവർക്ക് കാണുമ്പോ എന്നുള്ള തോന്നലും അയാൾ ആ ജയിലിന്റെ മുന്നിൽ നിന്ന് കാണിച്ച പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വീഡിയോസ് കാണുമ്പോൾ ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഫോർ മീ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അയാളുടെ ഇഷ്ടമാണ്, അയാളുടെ കണ്ടന്റുകളാണ്. താല്പര്യമുള്ളവർ കാണും, താല്പര്യമില്ലാത്തവർ കാണാതിരിക്കും. എന്താണെങ്കിലും ആ ചെയ്ത കോണ്ടന്റുകളും കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ ഓഡിറ്റ് നടക്കൂലോ, ആ ഓഡിറ്റ് നടക്കട്ടെ. പക്ഷെ ഈ പ്രവൃത്തി അതെല്ലാം വെച്ച് ഇക്വേറ്റ് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ പോയി, പല സിനിമാ നടന്മാരും രാഷ്ട്രീയക്കാരും അകത്തു പോകുന്നു. കോപ്രായിത്തരം കാണിച്ച് അകത്ത് പോയതുകൊണ്ട് പോലീസ് കൊടുത്തൊരു പണിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്നും പറയാല്ല. കാരണം അങ്ങനത്തെ കോപ്രായിത്തരാണ് പുറത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജയിലിന്റെ ഫ്രണ്ടിൽ നിന്നും കാണിച്ചത്. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത് എന്താ പറയുക, പരിധി വിട്ട് ചെയ്തു, കാണിച്ചു. എന്താണെങ്കിലും അകത്ത് പോകുമ്പോൾ ഇവരിത് ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. കാരണം നമുക്ക് ഇത്രയും കാലമുള്ള ന്യൂസുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ജയിലിൽ പോയി വന്നവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ പറയുന്നതാണ് പോലീസുകാർ സെറ്റ് ചെയ്യും കാര്യങ്ങൾ എന്നുള്ളത്. പക്ഷെ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഒരാളുടെ ലൈക്ക് ഇപ്പൊ ഓക്കെ പോയത് വധശ്രമത്തിനാണ്, അകത്ത് പോയത് ചില്ലറ കേസിനും അല്ല കേട്ടോ. അപ്പൊ ഉപ്പയും ഉമ്മയാണെന്നുണ്ടെങ്കിലും മകൻ എന്നുള്ള ഇമോഷനിൽ മറന്നു പോകുന്നത് ഇതിപ്പോ വധശ്രമം മാത്രമാണ്. നേരെ മറിച്ച് ആ കുട്ടികൾ, ഇവൻ പോയി വണ്ടി ഇടിച്ച കുട്ടികൾ മരിച്ചു പോയിന്നെങ്കിൽ ഇന്ന് ഈ ഉപ്പയും ഉമ്മയ്ക്കും ഇത് ന്യായീകരിക്കാൻ പറ്റൂ? ഒരിക്കലും പറ്റില്ല. ഓക്കെ, പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് നമ്മളെ സിസ്റ്റം ചില സ്ഥലങ്ങളിൽ മാറേണ്ടതായിട്ടില്ല. ഇപ്പൊ പിടിച്ചിരുത്തി അവന്റെ തല കുത്തിപ്പിടിച്ച് മനഃപൂർവ്വം വലിച്ചഴച്ച് മുടി പറിക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ? അല്ല, അത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് അവന്റെ വേഷം മാത്രമാണ്, മറ്റേത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്കും കറക്റ്റ്. അതെ, ഇവര് പറയുമ്പോ ആ ഒരു വേഷം പുറത്തു വരുമ്പോ അത് മോശമായ പ്രവൃത്തിയാണ്. കാരണം ജയിലിൽ ഒരുപാട് കാലം മുന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇങ്ങനെ കാലാകാലങ്ങളിൽ കേൾക്കുന്നുണ്ട്. അതായത് പോലീസുകാർക്ക് ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ദേഷ്യം തോന്നുന്ന ഒരാളെ അവര് വേണ്ട ബാക്കിയുള്ള ഇൻമേറ്റ്സിനെ വെച്ച് അവർ സെറ്റ് ചെയ്യുന്നുള്ള പരിപാടി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത്. ഇപ്പൊ അത് തന്നെ നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ ക്ലിപ്സ് ഉണ്ടല്ലോ, ഇയാൾ അവിടെ കാണിച്ചു കൂട്ടണ കാര്യങ്ങള്, അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. കാരണം അത് മോശം പരിപാടി. അതിന്റെ ഉള്ളിൽ അവൻ എന്തൊക്കെയാണ് കാണിച്ചത്, എന്തൊക്കെയാണ് പോലീസുകാരെ മാക്സിമം ചൊറിയുന്ന രീതി പ്രൊവോക്ക് ചെയ്ത് കാണും. അല്ല, പുറത്തുനിന്നേ പ്രൊവോക്ക് ചെയ്തിട്ടാണ് അകത്ത് പോണേ. പിന്നെ അല്ല, ഇതിന് വേറെ കാര്യം ഉണ്ടാ. ഇത് ഇങ്ങനത്തെ ഒരു വധശ്രമ കേസില് പോലീസുകാർക്ക് എവിടെ ഫസ്റ്റ് ട്രിഗർ ആവാറിയോ? ഇവരെ അന്വേഷിക്കുന്ന സമയത്തും ഇവര് വിളിപ്പിക്കുന്ന സമയത്തും നമ്മളെ ഭാഗത്ത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് ഒരു അബദ്ധം സംഭവിച്ചു, നമ്മളെ ഭാഗത്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പല രീതിയുണ്ട്. കറക്റ്റ് സമയത്ത് പോലീസ് വിളിക്കുമ്പോൾ പോവുക. ഇപ്പൊ ഇവന്റെ ഒപ്പം ഉണ്ടായിരുന്ന ബാക്കി 9 പേരോ 8 പേരായിട്ടുണ്ട്. ഇവര് കൃത്യമായ സമയത്ത് പോയി ഹാജരായി. അവർക്ക് കുറച്ചു കാലം എനിക്ക് തോന്നുന്നത് അകത്ത് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അവര് ബെയിലെടുത്ത് പുറത്തു ഇറങ്ങി. ഇവൻ ഈ 10 മാസവും 9 മാസവും മുങ്ങി നടന്നുകൊണ്ടാണ് ലാസ്റ്റ് ഈ അവസ്ഥ വന്നത്. പോലീസുകാർക്ക് അവിടെ ട്രിഗർ ആവും. ലാസ്റ്റ് പോലീസുകാർക്ക് ഇരട്ടിപ്പണിയല്ലേ ഒരുത്തനെ കണ്ടുപിടിക്കാൻ വേണ്ടി. അതും ആ മറ്റേ ചോദ്യം ഒന്ന് ചോദിച്ചിരുന്നു ജയിലിൽ നിന്ന്, പോലീസ് സ്റ്റേഷനിൽ നിന്ന്, ഈ കൂർഗിൽ എന്തിനാ പോയെ? നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് പോയതാണ്. ഇതൊക്കെ പോലീസുകാർക്ക് പൊട്ടുന്ന സാധനങ്ങളാണ്. മറുപടികളൊക്കെ കേൾക്കുമ്പോഴേ അതെ. അപ്പൊ പിന്നെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മണവാളുടെ ഉമ്മ വന്ന് പറയുമ്പോഴും സൊസൈറ്റിക്ക് ഒരിക്കലും ഇതിലൊരു സെന്റിമെന്റ്സ് മണവാളിനോട് തോന്നുന്നില്ല. തോന്നില്ല. മണവാളിന്റെ തോന്നുന്നത് സ്വാഭാവികമാണ്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ വീട്ടുകാർക്ക് അത് തോന്നും. പിന്നെ ആലോചിക്കേണ്ട ഒരു കേസ് ഉണ്ട്, ഇവൻ കൊണ്ടുപോയി ഇടിച്ച ആ കുട്ടികളെ വീട്ടിലുണ്ട്. അതെ, അവർക്കും ഉണ്ടാവും. ഇനി വാട്ട് എവർ റീസൺ, ഇപ്പൊ ഇവന്റെ ഉപ്പ നറേറ്റ് ചെയ്യുന്നുണ്ട്, മണവാളിന്റെ ഉപ്പ വന്നിട്ട് ഈ നടന്ന സംഭവം നറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാനിവിടെ വെക്കാം, അത് നിങ്ങൾ കേൾക്കണം. അത് കേൾക്കുന്ന സമയത്തും ഏതൊരാളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേറെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി സംസാരിക്കാൻ നിൽക്കുന്ന ഒരാളാ, ജിത്തുബായി അങ്ങനെയാണ്, അങ്ങനെയുള്ള പലരും ഉണ്ട്. പക്ഷെ ഫ്രണ്ട്സിന് വേണ്ടി സ്വന്തം ജീവിതം കളഞ്ഞ് വേറൊരാളെ ജീവിതവും കളയാൻ വേണ്ടി നടക്കുന്നത് അത് ബുദ്ധിയില്ലാത്തൊരു പരിപാടിയില്ലേ? അത് പറഞ്ഞു കൊടുക്കേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയല്ലേ? ഒരാള് കൈവിട്ട് പോകുന്നത് കാണുമ്പോൾ അത് കൃത്യമായി പറഞ്ഞു കൊടുത്ത് കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതായിരുന്നു കൃത്യമായി ചെയ്യേണ്ടിയിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഈ വന്നിരുന്ന് പത്രസമ്മേളനം കൊടുത്ത് ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇതാരും കൺസിഡർ ചെയ്യില്ല. ആരും ഈ ഇപ്പൊ എന്താ പറയുക, ഉമ്മ കരഞ്ഞു, ഉപ്പ വിഷമം പറയുന്നു. പക്ഷെ ഏതൊരാളും ഇതിന്റെ ഒരു വ്യൂവർഷിപ്പിന്റെ 99% പത്രസമ്മേളനം കണ്ട 99% ആൾക്കാർ പറയാൻ എന്താ അറിയോ, നിങ്ങളെ മോന്റെ കയ്യിലിരിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വളർത്തു ദോഷം. ഈ ഒരു കുറ്റപ്പെടുത്തൽ നിങ്ങൾക്ക് ഈ ഒരു പത്രസമ്മേളനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന ഒരു ആംഗിളിൽ ഒരാളും ഈ സംഗതി എടുക്കുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നിക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗം ഞാൻ ചോദിച്ചു, ആരാണ് മോനത് ചെയ്തത്? അപ്പൊ പറഞ്ഞേ, ഇത് സൂപ്രണ്ടിനും അറിയപ്പാ. കാരണം ഞാൻ ചെന്ന അന്ന് തന്നെ ഇത് മുടി വെട്ടാൻ വേണ്ടി അവർ ശ്രമിച്ചു. അപ്പൊ മുടി വെട്ടാൻ വന്നിട്ടുള്ള ആൾ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മുടി വെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഫുള്ള് മുടി വെട്ടിയേക്കാണ്. അല്ലാതെ ഒന്നും മുടി സെറ്റ് ചെയ്യ അങ്ങനെയല്ല. മുടി ഈ ആരോപിക്കപ്പെടുന്ന പോലെ 2 വിദ്യാർത്ഥികളെ ഇടിച്ചു കൊല്ലാൻ നോക്കി എന്നുള്ളതാണ് അവരുടെ എല്ലാ ഇതായിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അതിന് മുന്നുണ്ടായിട്ടുള്ള ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾ മറ്റൊരുത്തന്റെ ബീർ കുപ്പി കൊണ്ട് മദ്യപിച്ചിട്ട് ബീർ കുപ്പി കൊണ്ട് തലക്ക് തല്ലി പൊളിച്ചു. ഒരു ഗ്രൗണ്ടില് തൃശ്ശൂർ കേരളവർമ്മ കോളേജിന്റെ സമീപത്തുള്ള ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള സംഭവമായിരുന്നു. ആ സംഭവത്തിൽ തല തല്ലി പൊളിച്ചു നോക്കുമ്പോ അവിടെ ഉണ്ടായിരുന്നു അടുത്തുള്ളത് ഇവന്റെ കാറായിരുന്നു. അപ്പൊ ഇവനെ വിളിച്ചു ഇവൻ ആ സംഭവം നടക്കുമ്പോ അവിടെ ഇല്ല. ഈ പയ്യനെ തല തല്ലി പൊളിച്ച പയ്യനല്ല, അടി കിട്ടിയിട്ടുള്ള പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാറായിട്ട് ചെന്നുണ്ടായിരുന്നത്. അതെ, എന്നിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ മറ്റൊരു മദ്യപിച്ചിട്ട് വീണ്ടും വണ്ടിമേ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ വഴിക്ക് ഇവർ യാദൃശ്ചികമായിട്ട് ഇവരും വണ്ടി സ്പീഡിലെടുത്തു. ഇവര് കാലെ തട്ടി വീണു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ല, കേസ് വന്നിട്ടുള്ളത് അങ്ങനെയല്ല. അല്ല, പരസ്യമായി ആര് മദ്യപിച്ചു? അല്ല, എഫ്ഐആറിൽ പറഞ്ഞിട്ടില്ല. പരസ്യമായി മദ്യപിച്ചിട്ടല്ല. എന്റെ മകൻ മദ്യമോ മയക്കമരുന്നോ ഈവൻ ബീഡി പോലും ഉപയോഗിക്കില്ല. അവൻ മാത്രല്ല, ഞാനും ഉപയോഗിക്കില്ല ഈ പറഞ്ഞ സാധനങ്ങളൊന്നും. മദ്യമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളോ അതൊന്നും ഉപയോഗിക്കാത്ത വ്യക്തിയാണ് എന്റെ മകൻ. അത് ഞാൻ 100% അപ്പോഴും ഇപ്പോഴും ഗ്യാരണ്ടി പറയും. ഓക്കെ, ഇതാണ് ഇൻസിഡന്റ് മണവാളന്റെ ഫാദർ നറേറ്റ് ചെയ്യുന്നത്. ഇതിലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഈ ഒരാളകത്ത് പോയി അയാൾ മുടി കളർ ചെയ്തു, മുടി നീട്ടി എന്നുള്ളത് കൊണ്ടോ അയാൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നതുകൊണ്ടോ അയാൾ ലഹരിയോ മദ്യപാനിയോ ഒന്നും അല്ല. ഓക്കെ, അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ചിലരാവും, ചിലരാവില്ല. ഇപ്പം ഈ മണവാളുടെ കേസിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം ലഹരി മദ്യപാനം ഈ സ്കീമുകൾ മണവാളിന് ഇല്ല എന്ന് തന്നെയാണ് എനിക്കും പേഴ്സണലി അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കമൻറ്റിനകത്തും ബാക്കിയുള്ളതിലും സൊസൈറ്റി എങ്ങനെ ഇപ്പം ടാറ്റു അടിച്ചിട്ടുണ്ട്, ഞാൻ തലയിൽ കളർ അടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ഈ പറഞ്ഞ മദ്യപാനവും ലഹരിയും പരിപാടിയും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റിൽ എനിക്കുള്ള ചിലരുടെ മുന്നിലുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ലുക്കും ഉണ്ട്, ഞാൻ ലഹരി മദ്യപാനി എന്നൊക്കെ പറയും. ഓക്കെ, അത് നമുക്കൊന്നും പറയാനും ചെയ്യാനുള്ള കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അത് മണവാളുടെ കേസിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ മണവാളുടെ ഫാദർ പറയുന്ന ഈ ഇൻസിഡൻറ്റ്. ഓക്കെ, അപ്പം ഇത് തന്നെ ആയിരിക്കും മണവാളൻ്റെ വേർഷൻ എന്നുള്ളത് നമുക്കറിയാം. കാരണം മണവാളൻ്റെ വേർഷൻ ആയിരിക്കുമല്ലോ ഉപ്പാനോട് മണവാളൻ പറയുന്നുണ്ടാവുക. കേരളവർമ്മ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന 2 ടീം. ഓക്കെ, മണവാളൻ്റെ ഫ്രണ്ട്സും പിന്നെ വേറൊരു ടീം. ഈ തല തല്ലി പൊളിച്ചു അല്ലെങ്കിൽ തലയ്ക്ക് അടി കിട്ടി എന്ന് പറഞ്ഞ ആളെ കാറിലിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് തല തല്ലി പൊളിച്ച ആളുകൾ മുന്നിൽ ബൈക്കിൽ പോകുമ്പോൾ അവരെ ചെറുതായി കാലിന് തട്ടി എന്ന് പറയുന്ന വേർഷൻ ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. കാരണം ഈ 2 പയ്യന്മാർ എത്രയോ ദിവസം ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറീസ് കാരണം ഹോസ്പിറ്റലിൽ കിടന്നതാണ്. മനസ്സിലായോ? ഇവർ ഇഞ്ചുറി ആയിട്ട് ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഇവർക്ക് സർവൈവ് ചെയ്യാൻ പാടാണ്, അല്ലെങ്കിൽ ഇതിലൊരാളുടെ അവസ്ഥ ക്രിട്ടിക്കലാണ് എന്ന് അറിഞ്ഞത് കൊണ്ടാണ് മണവാളൻ ഒളിവ് പോയൊരവസ്ഥ വന്നത്. മകൻ എന്തുകൊണ്ട് ഒളിവ് പോയി എന്നുള്ളൊരു അവസ്ഥ അതിനകത്തുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. പോലീസുകാർ കൃത്യമായി ചോദിക്കുന്നുണ്ട്, സൊസൈറ്റി ചോദിക്കുന്നുണ്ട്. അത് ഇതാണ് റീസൺ. ജസ്റ്റ് കാറ് മുന്നിൽ പോകുന്നു, അപകടത്തിലുള്ള ഒരാളെ കാറിൽ തല്ലി പൊളിച്ചു, അല്ലെങ്കിൽ ആ തല്ലി കിട്ടിയ ആളെ കാറിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ സ്പീഡിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക്. ആ പോണ വഴിക്ക് ബൈക്കുമ്പോൾ തട്ടി. നോ, ബൈക്ക് ഇടിപ്പിച്ച് വീണ് കിടന്ന ബൈക്ക് വീണ്ടും റിവേഴ്സ് എടുത്ത് വീണ്ടും കാറ് കൊണ്ടുപോയി കുത്തിച്ചു എന്നുള്ള വേർഷനാണ് പോലീസുകാരുടെ കയ്യിലുള്ളത്. കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിലുള്ളത് കൊണ്ടും അതിൻ്റെ വേർഷൻ അങ്ങനെ തന്നെ ആയതുകൊണ്ടും പരിക്ക് ജസ്റ്റ് കാലുമ തട്ടി ബൈക്ക് വീണൊരു പരിക്കല്ല ഈ ബൈക്കിലുണ്ടായിരുന്ന രണ്ട് പേർക്കുള്ളത്. പിന്നെ ഈ തലയ്ക്ക് അടി കിട്ടി. ഇയാളെ ഫാദർ പറഞ്ഞ രീതിയിലാണ് സംഭവിച്ചു വെച്ചാലും ഇത്ര ലേറ്റ് ആയി പറയേണ്ട കാര്യമൊന്നുമല്ല. അപ്പോഴേ പറയാം, ഈ മറ്റേ ഒളിവ് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോ ഞാൻ പറയും, ഇത് ഈ ഉപ്പ പറഞ്ഞതിൽ തന്നെ ഒരുപാട് ശരിക്കും ഇവരിതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം മകൻ ഓൾറെഡി കേസിലകത്താണ്. ഇത് കൂടുതൽ സംശയത്തിലേക്ക് കൊണ്ടുപോയിടുന്ന രീതിയിലാണ് പത്രസമ്മേളനം. എന്തിനാ ഇൻസിഡന്റ് നറേറ്റ് ചെയ്യേണ്ട ആവശ്യം? പത്രക്കാർ വരുന്നതും ചോദിക്കും. ഇൻസിഡന്റ് നറേറ്റ് ചെയ്താൽ ഇതേപോലുള്ള കുഴി പോയി ചാടും. കാരണം ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത് ജസ്റ്റ് തട്ടി. എങ്ങനെ തട്ടിയതല്ല, ഇടിച്ചതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, തല തല്ലി പൊളിച്ചു എന്ന് പറയുന്ന 2 വ്യക്തികളെയാണ് ബൈക്കിൽ ഇടിച്ചതെന്നുണ്ട്. തലയ്ക്ക് അടി കിട്ടിയവൻ കാറിനകത്തുണ്ടെന്ന് പറയുന്നു. ഒരാളുടെ തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേസമയം പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലും പെട്ടെന്ന് എത്തിക്കല്ലേ വേണ്ട. എന്തുകൊണ്ട് അന്ന് ആ തലയ്ക്ക് അടി കിട്ടിയവന് കേസുണ്ടോ?
അടുത്ത ചോദ്യം വരുന്നത്, ഒരാൾ വേറൊരാളെ ബിയറും കുപ്പി കൊണ്ട് തലയ്ക്കടിച്ചാൽ, തലയ്ക്ക് അടി കിട്ടിയവന് പരിക്കുണ്ടെങ്കിൽ അവന് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ, സർക്കാർ ആശുപത്രിയിലോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ കൊണ്ടുപോകുമ്പോൾ ഇഞ്ചുറി എന്താണെന്ന് എന്ത് ചോദിക്കും? ഹോസ്പിറ്റലിൽ നിന്ന് ചോദിക്കും. പോലീസ് സ്റ്റേഷനിൽ ഇൻറ്റിമേഷൻ പോകും. ആ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേസ് എന്തായി? തലയ്ക്ക് അടി കിട്ടിയവൻ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവൻ ആരാണ്, എല്ലാ കാര്യത്തിലും പോലീസുകാർ ചോദിക്കും. പത്രമാധ്യമങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ ഇതേപോലുള്ളൊരു കാര്യം, അതായത് ഈ ഇൻസിഡന്റ് വന്ന്, അല്ലെങ്കിൽ പിന്നെ മണവാളിന് അത് വന്നിട്ട് എന്ത് ചെയ്യണം, വല്ല വക്കീലിനോടൊക്കെ ചോദിച്ചിട്ട് ഈ സാധനം നറേറ്റ് ചെയ്യണം. പാരൻസ് ഇമോഷനിന്റെ മുകളിൽ വന്നിട്ട് ഇതേ കാര്യങ്ങളൊക്കെ നറേറ്റ് ചെയ്ത് വിടുമ്പോൾ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇത് പണ്ടത്തെ പോലെയല്ല. ആളുകൾ പല കേസുകളും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ആളുകൾക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ ഒരാൾ വന്ന് ഇമോഷന്റെ മുകളിൽ പറയുന്നത് കൊണ്ട് ആ ഇമോഷനിൽ അത് വർക്കാവുന്നില്ല. കൂടുതൽ സംശയങ്ങളിലേക്ക് സംബന്ധിച്ചിടത്തോളം ഇവര് രണ്ട് ടീമും അത്ര നല്ല ആൾക്കാരാവണം ചാൻസ് ഒന്നുമില്ല. ഈ തല്ലിയവനാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം അളവ് നോക്കാനൊന്നും ആവില്ല. വേറും ഒരു കാര്യം ഞാൻ മേടിച്ചവനും അതുകൊണ്ട് വെറുതെ ഒന്നും ആവില്ല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ഈ മണവാളിന് ഈ സ്ഥലത്തില്ല. ഞാൻ അന്വേഷിച്ച സമയത്ത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത് മണവാളനെ ഫ്രണ്ട്സ് വിളിച്ചു വരുത്തിയതാണ്. ഇവൻ സ്ഥിരമായിട്ട് ഫ്രണ്ട്സിന്റെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോയിട്ട് അടിപിടി സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇവനെ വിളിച്ചു വരുത്തി ഇവൻ അതേ സ്ഥലത്ത് വന്ന സമയത്ത് ഇനിയിപ്പോ തലയ്ക്ക് അടി കിട്ടിയവൻ വണ്ടിയിൽ ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് കൺഫർമേഷൻ ഇല്ല. ഇനി എന്താണെങ്കിലും അടിച്ച ആളെ ഇവര് കാർ കയറിയപ്പോ കണ്ടു, അല്ലെങ്കിൽ ഇവർ ഫോളോ ചെയ്തു, ഇടിച്ചിട്ടു. ഒരു ഇടിയല്ല, ഇടിച്ചിട്ട് വീണ്ടും റിവേഴ്സ് എടുത്ത് വീണ്ടും പോയി ഇടിച്ചു. ഇതാണ് അവിടെ നടന്ന സംഭവം എന്നുള്ളത് അവിടെ ഉള്ള ആളുകളും കണ്ടു നിന്ന വ്യക്തികളും പോലീസുകാർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉള്ളത് കൊണ്ട് ഇത് കുറച്ച് സിവിയർ ആയതുകൊണ്ട് തന്നെയാണ് എന്തായ ഒളിവിൽ പോയത്. ഒളിവ് പോയത് വെറുതെ പോയില്ലല്ലോ. അല്ല, അയാൾ ചെയ്തത് പ്രശ്നമാണ് അയാൾക്ക് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഒളിവ് പോയത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒളിവ് പോകേണ്ട ആവശ്യമില്ല. അല്ല, ജസ്റ്റ് കാലുമ തട്ടി വണ്ടി ബൈക്ക് വീണ ഒരു സീനാണെന്നുണ്ടെങ്കിൽ ഒളിവ് പോകേണ്ട ആവശ്യം എന്താ? പരിക്ക് അത്രയല്ലേ വരൂ. ഇതങ്ങനെയല്ല. ഇവർക്ക് കോടതി പോയി ജാമ്യം എടുത്തൊരു 2 മാസം കൊണ്ട് ഇറങ്ങിക്കൂടെന്നോ? ഇത് 10 മാസമായി, മുൻകൂർ കിട്ടില്ല. അത് നേരത്തെ പറഞ്ഞ പോലെയാണ്. വണ്ടി ഇടി കിട്ടിയ ആൾക്ക് സിവിയർ ആയിട്ടുള്ള പരിക്കുണ്ട്, സർവൈവ് ചെയ്യില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ഞാൻ പറയുമ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അറിയോ, എടുത്തു ചാടി ഇങ്ങനത്തെ സംഗതികൾ ചെയ്യാതിരിക്കുക, അതായത് നറേറ്റ് ചെയ്യാതിരിക്കുക നടന്ന സംഭവങ്ങളൊന്നും. അതൊക്കെ കൂടുതൽ കോംപ്ലിക്കേഷൻ. ഒരാള് തള്ളി എന്ന് പറയുമ്പോ എന്നാ ഞാൻ അവനെ പിടിച്ചൊന്നും തല്ലി എന്നൊക്കെ പറയണ പോലെയാണ് ഇവരൊരു തല തല്ലി പൊളിച്ചതും ഒരാളെ മകനെതിരെയുള്ള കാരണം കേസ് ഇട്ടിട്ടുള്ള തന്നെ ഇതാണ്, വധശ്രമമാണ്. സോ അതൊരു ചെറിയ സംഗതിയായിട്ട് നിൽക്കൂല. എന്റെ മകന്റെ റീൽസ് എന്നുള്ള വിവരം അറിഞ്ഞു. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഉണ്ടായിരുന്നു ഇവനെ കൊണ്ടാക്കുമ്പോ, ഞാൻ ഇവനെ ജയിലിൽ കൊണ്ടാക്കുമ്പോ ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക്. ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ നീ സന്തോഷമായിട്ടുള്ള ഒരു രീതിയിൽ നിൽക്ക്, ഞാൻ ഉമ്മാക്കും പെങ്ങൾക്കും അയച്ചു കൊടുക്കാനാണ്, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. റീൽസോ കാര്യങ്ങളല്ല, ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത്. അത് രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ആദ്യം വീഡിയോ എടുത്തു, മോനെ നീ ഒരു ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുക. അവൻ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിന്നു. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് നോക്കിയുള്ളത് എടുത്തു. പക്ഷെ ആ എടുത്തത് എന്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എടുത്തത് റെക്കോർഡിങ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും അവനോട് പറഞ്ഞ്, മോനെ അത് റെക്കോർഡിങ് ആയിട്ടാ. അപ്പൊ അവൻ പറഞ്ഞു ചിരിഞ്ഞ റെക്കോർഡിങ് ആയില്ലേ എന്നൊക്കെ ചിരിച്ചു. അപ്പൊ അതാണ് രണ്ടാമത്തെ ജയിലിന്റെ ഫ്രണ്ടില് അകത്തേക്ക് കയറുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ് റെക്കോർഡിങ് ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവൻ ചിരിച്ചു. ആ ചിരിക്കണതൊക്കെ ഇതിലുണ്ടായിരുന്നു. ഇത് വീണ്ടും പറയും കുഴപ്പമില്ല, ഞാൻ വളരെ ആക്റ്റീവായിട്ട് തിരിച്ചു വരും, ശക്തനായിട്ട് തിരിച്ചു വരുന്ന ഈ പറയും ഉമ്മാക്കും പെങ്ങൾക്കും കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് എടുത്തത്. എന്റെ വീഡിയോ ഞാൻ ഒരാൾക്കും അയച്ചു കൊടുത്തിട്ടില്ല. ഞാൻ അയച്ചു കൊടുത്തു, എന്റെ മകൾക്ക് അയച്ചു കൊടുത്തു, എന്റെ ഭാര്യക്ക് അയച്ചു കൊടുത്തു ഞാൻ വരുമ്പോ തന്നെ. അപ്പൊ ഇല്ല, പറഞ്ഞുതരാം സാറേ. അപ്പൊ ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് ഒരാൾക്കും ഇത് അയച്ചു കൊടുത്തിട്ടില്ല, ഞാൻ പുറത്തു വിട്ടിട്ടില്ല. അതേ സമയം തന്നെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത്. അല്ല, ഏതോ ഒരാൾ അവിടെ നിന്ന് എടുത്തു, ബാക്കിൽ നിന്ന്. ഞാൻ എടുക്കുന്ന വീഡിയോയിൽ കാണാം. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ആയിരിക്കാം, ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം. ഞാൻ എന്റെ മകൾക്ക് തൃശ്ശൂരിൽ അവിടെ പോയി തിരിച്ചു വരുമ്പോ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഇട്ടു. എന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ, എന്റെ ഭാര്യ, മകള്, മകനൊക്കെ ഉള്ള ഗ്രൂപ്പ് ഉണ്ട്. 6 ആളായിട്ടുള്ളൂ.
ഫാമിലി ഗ്രൂപ്പ്. എന്റെ ഗ്രൂപ്പിലിട്ടിട്ട് പറഞ്ഞ് ഇക്കാക്ക് ഒരു കുഴപ്പമില്ല, വളരെ ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, കണ്ടില്ല ജയിലിൽ പോകുമ്പോഴും ആള് വളരെ ഒന്നിനും ഇട്ടിട്ടില്ല, മറ്റേ ഒരു ഇതിനും ഇട്ടിട്ടില്ല. മറ്റേ ഒരു മിനിറ്റ് സാറേ, ഒരു ഗ്രൂപ്പിലും ഞങ്ങൾ ഇട്ടിട്ടില്ല ഒന്ന്. എന്നിട്ട് ഞാൻ ഇത് ഇട്ട് നോക്കുമ്പോ ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ അല്ല ഞാൻ അതിൽ വോയിസ് ഉണ്ട്, എന്റെ ഇതിൽ അതിന്റെ വോയിസും ഉണ്ട്. ഇതാരും ഒരാൾക്കും ഫോർവേഡ് ചെയ്യരുത് കേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഭാര്യക്കും മകൾക്കും എന്റെ വീട്ടുകാർക്കും ഇട്ട് കൊടുത്തത്. അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്റെ മകള് വിളിച്ചു. മകള് ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. ഉപ്പ ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ എല്ലാ മാധ്യമത്തിലും വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അത് നോക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ അതിലുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാനാണ് വീഡിയോ എടുക്കുന്നത്, എന്റെ വോയിസ് അതിലുണ്ട്. ഓക്കെ, ഇതാണ് റീൽസ് എടുത്ത കാര്യത്തിൽ ഈ ഉപ്പാന്റെ ഒരു നറേഷൻ വരുന്നത്. അതായത് മൂപ്പർ തന്നെയാണ്, മകൻ ജയിലിൽ പോയപ്പോ ഉപ്പയാണ് റീൽസ് എടുത്തത്. അത് പലരും എനിക്ക് കമന്റ് ബോക്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മണവാളുടെ ഉപ്പയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അകത്ത് പോവാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാള് ഒരു മേജർ കേസിൽ അകത്ത് പോവാണെന്നുണ്ടെങ്കിൽ, അത് അവൻ ഫസ്റ്റ് ടൈം ആണ് ഇനി ജയിലിൽ പോവാണെന്നുണ്ടെങ്കിലും നമ്മൾ അവനെ സന്തോഷിപ്പിക്കാനല്ലല്ലോ നോക്കുക. അതായത് അവനെ ചിരിച്ചു കളിച്ച് പറഞ്ഞ് ഇക്കിളിട്ട് വിടുക ആരെങ്കിലും ഇല്ലല്ലോ. എന്താ ചെയ്യുക? കുറച്ച് കോമൺ സെൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പോവാം, അല്ലെങ്കിൽ നമ്മൾ കാണാനേ പോവില്ല. ആ ഒരു ജയിലിന്റെ ഫ്രണ്ടിൽ നിന്ന് റീൽസ് എടുക്കുന്ന ഒരു സംഗതി, അതിനിപ്പോ മൂപ്പര് വീട്ടിൽ ഫാമിലീനെ കാണിക്കാനാണെങ്കിലും ഉമ്മേനെ കാണിക്കാനാണെങ്കിലും പെങ്ങളെ കാണിക്കാനാണെന്നുണ്ടെങ്കിലും എടുത്തൊരു കാര്യത്തിനകത്ത് അതിൽ പറയുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി കാണുന്ന, ഇപ്പൊ എന്താ അറിയോ, ഇത് ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വരില്ലായിരുന്നു. ഇപ്പൊ എത്രയോ പേര് ജയിലിൽ പോകുന്നുണ്ട്, ചിലപ്പോൾ ജയിലിൽ പോകുന്നതിന് മുന്നേ അവിടുന്ന് അവർ ഫോട്ടോ വീഡിയോ റീൽസ് ഒക്കെ എടുത്തിട്ട് പോകും. ഒരു നോർമൽ ആളാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെയും വരില്ല. മണവാളൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഫെയിം ആയതുകൊണ്ടും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ടും പിന്നെ ഇതേപോലെ ഒളിവിൽ ഉള്ള ഒരാളെ പോലീസുകാർ ഷാഡോ വെച്ച് പിടിച്ച് കൊണ്ടുവന്നു എന്ന് അറിയുമ്പോഴും ചുറ്റുപാടും ക്യാമറ ഉള്ള സമയത്ത് ഉപ്പ അങ്ങനെ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നു ഈ സാധനം വീഡിയോ എടുക്കാൻ വേറെ ആളുകളും അവരുടെ പിന്നിലുണ്ട് എന്നുള്ളത്. ഇത് പുറത്ത് സൊസൈറ്റിയുടെ മുന്നിൽ പോകുന്ന സമയത്ത് ഒരുപോലെ ഉപ്പയും മണവാളിനും ഒക്കെ ഏറെ കയറുന്നുള്ളത് ഉറപ്പല്ലേ? അല്ലാതെ ഞങ്ങൾ അതിന്റെ മുന്നിൽ വെച്ച് വീഡിയോ എടുക്കാൻ ഉപ്പ കാണിച്ചൊരു മൈൻഡും അയാളെ അപ്പത്തെ ഒരു ചിന്താഗതി എന്താണെന്ന് ഞാൻ മൂപ്പര് മകൻ ആദ്യമായിട്ട് പോവാണ്, അതിനുള്ള ആദ്യമായിട്ടാണ് കുടുംബത്തിൽ ഒരാൾ പോണ, ഇതിന്റെ എക്സ്പീരിയൻസ് അതൊന്നും ഒരു എക്സ്പ്ലനേഷൻ അല്ല. ആദ്യമായിട്ട് പോവാറുണ്ട്. അല്ല സന്തോഷത്തിലാണ്. ഇതാണെങ്കിലും ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു റോങ് ജസ്റ്റിഫിക്കേഷൻ ആണ്, റോങ് എക്സ്പ്ലനേഷൻസ് ആണ്. ഇതിലൊരു ഇമോഷണൽ സാധനം എവിടെയും ഈ ഒരു പത്രസമ്മേളനം കൊണ്ട് ഇവർക്കിത് വളരെ നെഗറ്റീവായിട്ട് ഇത് എഫക്ട് ചെയ്യാനും പോകുന്നുള്ളൂ. മുടി മുറിച്ചത് ഓക്കെ, അത് പോലീസുകാരും അല്ലെങ്കിൽ നിയമത്തിന്റെ ഭാഗത്ത് നിന്നിട്ട് എന്തൊക്കെയാണ് അതിന്റെ തെറ്റുകൾ എന്നുള്ളത് നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യുക, അത് ആ ഭാഗം ക്ലിയർ ചെയ്ത് ഇവർക്ക് കിട്ടി. ഇപ്പൊ എന്താ ഉണ്ടായി അറിയോ, മുടി മുറിച്ചത് കൊണ്ട് കിട്ടാവുന്ന ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ഇവർക്ക് ഈ കേസിൽ. ഇപ്പൊ നിയമപരമായിട്ടല്ല ഈ മുടി മുറിച്ചതെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് പോയിട്ട് ഫൈറ്റ് ചെയ്ത് കിട്ടാവുന്ന ഒരു അപ്പർ ഹാൻഡ് വരെ ഇല്ലാതാക്കുന്ന രീതിയിലായി പോയി ഈ ഒരു പത്രസമ്മേളനം കൊടുത്തത്. എനിക്കറിയില്ല, ഒരു ജനങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ ജനങ്ങളെ മുടി മുറിച്ച് പറയുമ്പോൾ അത് നന്നായി എന്ന് തോന്നുന്ന രീതിക്ക് ഇവരെന്നെ ഒരു സപ്പോർട്ടും സൊസൈറ്റി ചെയ്യില്ല. അത് വേറെ സീൻ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കാണിച്ച വീഡിയോ സംഗതിയൊക്കെ പുറത്തു വന്നതല്ലേ. അല്ല, വീട്ടുകാരെ ഇമോഷൻ കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൾസർ സുനീന്റെ അമ്മ വന്ന് അന്ന് ഒച്ചവിളി ഉണ്ടാക്കിയപ്പോ എല്ലാവരും അയ്യോടാ പാവം വയസ്സായ സ്ത്രീ എന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കുമ്പോ എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല, അതായത് കുറ്റം ആരോപിക്കുമ്പോ ഉറപ്പായിട്ടും ആളുകൾ ഇങ്ങനെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുള്ളൂ. അത് മാത്രല്ല ഇപ്പൊ ഈ മുടി മുറിച്ചു എന്ന് പറയുന്നത് നിയമപരമായിട്ട് നോക്കുമ്പോ റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പലരും ഇതിനിടയിൽ ഇനീഷ്യലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബോച്ച വരെ അകത്ത് പോയപ്പോ അയാൾ മുടി കൊണ്ടല്ലോ പോയത് പുറത്തിറങ്ങിയപ്പോ തന്നെ. പക്ഷെ അത് ചോദിക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും മണവാളുടെ കേസിൽ ആരും എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നുമില്ല. അപ്പോ ഞാൻ പറയുന്നത് ബെറ്റർ ഫേസ്, നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യുക, നിയമപരമായിട്ട് അത് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം. അങ്ങനെ വെറുതെ ഒരാൾ കയറി പോയ ഉടനെ തന്നെ ആളെ മുടി പിടിച്ച് മനസ്സിലാക്കണത്. പോലീസുകാർ 100% വെറുതെ ഒരാൾ വരുമ്പോഴത്തേക്ക് ആള് ഒന്നാ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്യുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, പോലീസുകാർ പ്രൊവോക്കേഷന്റെ മുകളിൽ ഇത് ചെയ്യുന്നതും തെറ്റാണ്, അതറിയാം. പക്ഷെ ഒന്നും പറയാനില്ല അതില്, കാരണം നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്ത് തെളിയിച്ച് പോകാന്നുള്ളതിന്റെ ഉള്ളിൽ ജയിലിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നിയമത്തിന്റെ ഇതിനുള്ളിലാണ്. അതിന്റെ ഉള്ളിൽ നിയമത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ചെയ്തു എന്ന് വരും അവര്. നാളെ ഞാനാണ് പോയി ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
നമ്മളെന്താ അറിയോ, നമുക്ക് ചില സമയത്ത് ഇമോഷൻസ് തോന്നില്ല, നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ തോന്നില്ല. കാരണം അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്തു വെക്കുമ്പോൾ അത് കിട്ടുന്നുള്ളത് പ്രതീക്ഷിക്കാനും പാടില്ല അല്ലേ. എന്താ പറയാ, ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോ നമുക്കൊക്കെ ഒരേപോലെ തോന്നുമായിരുന്നു, ഇതൊന്നും ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട, ഈ കണ്ടന്റോ കാര്യങ്ങളൊക്കെ വിട്. പോലീസ് സ്റ്റേഷനിൽ പോലീസ് പിടിക്കുമ്പോൾ വളരെ ഞാൻ പറഞ്ഞത് കണ്ടന്റിന്റെ കാര്യമല്ല, അത് അയാളെ പോലീസ് സ്റ്റേഷനിൽ നമ്മളെ വിഷയം. ഞാൻ പറയണ അവിടെ ചെന്നിട്ട് നമ്മളെ നിയമത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, നിയമത്തിനെ നേരെ നോക്കി കൊഞ്ഞനെ കുത്തുന്ന രീതിയിൽ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നോർമൽ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കത് ആർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ആ പത്രസമ്മേളനം ഈസ് അട്ടർ ഫ്ലോപ്പ് എന്നേ പറയാനുള്ളൂ, ഒന്നും അതിൽ പറയാനില്ല.